ഇതൊരു ഇസ്രയേലിൻ്റെ യുദ്ധമാണ്. ഇതിൻ്റെ സൂത്രധാരൻ ഇസ്രയേലാണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ മൗനം എന്ന് പറയുന്നത് ഒരു താൽക്കാലിക ഓപ്പർച്യൂണിസമാണ്. ഇറാൻ മറ്റൊരു മാർഗമില്ലാതെ പ്രതികരിക്കുകയാണ്. കപ്പലെ ടാർഗറ്റ് ചെയ്തു എന്ന കാര്യത്തിൽ മാത്രമല്ല, ഖൊമേനിയെ കൊന്ന കാര്യത്തിലും ഇന്ത്യ പ്രതികരിച്ചിട്ടില്ല. യുദ്ധം തുടങ്ങി വെച്ചത് ഇസ്രയേലാണ്, യുദ്ധം തുടങ്ങി വെച്ചത് അമേരിക്കയാണ് എന്ന് വ്യക്തമായിട്ട് ഇന്ത്യ പറയേണ്ടതാണ്. നമ്മൾ എന്നും എന്താണോ ശരി, എന്താണോ തെറ്റ് എന്നുള്ളത് പരസ്യമായി പുറത്തു പറയാനുള്ള ധൈര്യം കാണിക്കണം. ട്രംപ് ഒരു ബിഗ് ബുള്ളിയായിട്ട് പെരുമാറുമ്പോൾ ഇന്ത്യയുടെ റെസ്പോൺസ് എന്ന് പറയുന്ന ആ ബിഗ് ബുള്ളിയോട് കീഴടങ്ങുക എന്നുള്ളതാണ്. അല്ല, പക്ഷെ അന്താരാഷ്ട്ര സമൂഹം ഇന്ത്യയെ നോക്കുകയാണ്. ഇങ്ങനത്തെ ടെററിസ്റ്റ് അറ്റാക്സ് അഗെയിൻസ്റ്റ് ഷിപ്പിംഗ് വേൾഡ് വൈഡ് എന്നുള്ള ഒരു പ്രീസിഡൻ്റ് ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് അമേരിക്ക. പ്രധാനമന്ത്രി മോദി ഇസ്രയേലിൽ പോയി നെതന്യാഹുവിനെ കെട്ടിപ്പിടിക്കുന്നു ഈ യുദ്ധം പുറപ്പെടുന്നതിൻ്റെ തൊട്ട് മുമ്പ്. ഇത് വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മോദി എൻ്റെ അടുത്ത സുഹൃത്താണ്, നല്ലവനാണ്, വലിയ ആളാണെന്ന് പറയുകയും അതിനോടൊപ്പം ഇന്ത്യയുടെ ആ ഒരു സമ്പദ്ഘടനയും നമ്മുടെ ബിസിനസ്സുകാരെയും എല്ലാം ഏറ്റവും ദ്രോഹിക്കുന്ന നടപടികളാണ് ട്രംപ് എടുത്തിരിക്കുന്നത്. റൈറ്റ് അവറിൽ മുൻ അംബാസഡർ വേണു രാജാമണി, നമസ്കാരം. നമസ്കാരം. ഇറാനിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാനിൽ നടന്നു വരുന്ന ആ യുദ്ധത്തിൻ്റെ ഒരു പാർട്ട് നമ്മുടെ രാജ്യത്തിന് സമീപവും, അതായത് ശ്രീലങ്കൻ തീരത്താണ് സംഭവിച്ചിരിക്കുന്നത്, ഇന്ത്യൻ ഓഷനിലാണ് സംഭവിച്ചിരിക്കുന്നത്. ഒരു ഇറാനിയൻ കപ്പൽ അമേരിക്ക വെടിവെച്ചിട്ടിരിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു യുദ്ധക്കപ്പൽ ഒരു സബ്മറൈൻ ഉപയോഗിച്ച് ആക്രമിച്ച് തകർത്തിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തെ, അതായത് നമ്മുടെ സമീപത്തും ഈ യുദ്ധം ഉണ്ടായിരിക്കുന്നു, ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തികച്ചും ദുഃഖകരമാണ്, അപലപനീയമാണ്. അത് നമ്മുടെ സമീപത്ത് ഉണ്ടായൊരു സംഭവം എന്ന് മാത്രമല്ല, ആ കപ്പലിനെ ഇന്ത്യൻ നേവി ക്ഷണിച്ച് വരുത്തി ഇന്ത്യൻ നേവി കണ്ടക്ട് ചെയ്ത ഒരു വലിയൊരു ഫ്ലീറ്റ് റിവ്യൂവിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് രാജ്യങ്ങളുടെ കപ്പലുകൾ വന്ന് അതിൽ പങ്കെടുത്ത് അതിനുശേഷം തിരിച്ചു പോകാൻ തയ്യാറെടുത്തിരുന്ന ഒരു കപ്പലായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ അതൊരു യുദ്ധക്കപ്പൽ തിയറിയിലാണെങ്കിലും യുദ്ധത്തിന് വേണ്ടി സജ്ജമല്ലായിരുന്നു. ഒരു സെറിമോണിയൽ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ വേണ്ടി ഇന്ത്യയുടെ തീരത്തേക്ക് വരികയും അതിനുശേഷം ഇപ്പോൾ ശ്രീലങ്കയുടെ ആ തീരത്ത് നിന്ന ഒരു കപ്പലാണ്, അല്ലെങ്കിൽ ആ തീരത്ത് വെച്ചാണ് ഈ ടോർപിഡോ അറ്റാക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ്റിനും ഇത് വലിയൊരു എംബാരസ്മെൻ്റ് ആണ്. നമ്മൾ വിളിച്ചു വരുത്തിയ ഒരു ക്ഷണിതാവിനെ വെടിവെച്ച് കൊല്ലുക എന്ന് പറഞ്ഞാൽ അത് നമ്മളെ കൂടെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൂടാതെ ഇറാൻ പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇറാൻ ഇതിനൊരു റെസ്പോൺസായിട്ട് ഇറാൻ്റെ ഫോറിൻ മിനിസ്റ്റർ തന്നെ പറഞ്ഞു, ഇതൊരു വളരെ പ്രധാനപ്പെട്ട പ്രീസിഡൻ്റാണ്, ഞങ്ങളിത് ഓർത്തിരിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അമേരിക്കൻ കപ്പലുകളെ എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഇറാനും ടാർഗറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അതിനൊരു ജോഗ്രഫിക്കൽ ലിമിറ്റേഷൻ ഇല്ല. ആൻഡ് ഇന്നത്തെ കാലത്ത് ഒരു കപ്പൽ ടാർഗറ്റ് ചെയ്യുക, ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അമേരിക്ക ഒരു സബ്മറീനും ഉപയോഗിച്ച് അതിൽ നിന്നുള്ള ടോർപിഡോ വെച്ചാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിനു മുമ്പ് ടെററിസ്റ്റ് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട് യമൻ്റെ കോസ്റ്റിലെല്ലാം. ഒരു ബോട്ട് നിറയെ എക്സ്പ്ലോസിവ്സ് നിറച്ചിട്ട് ആ ബോട്ട് കൊണ്ടുപോയി കപ്പലിൽ റാം ചെയ്താൽ മതി, കപ്പൽ കത്തും. അപ്പോൾ ഈ ഇങ്ങനത്തെ ടെററിസ്റ്റ് അറ്റാക്സ് അഗെയിൻസ്റ്റ് ഷിപ്പിംഗ് വേൾഡ് വൈഡ് എന്നുള്ള ഒരു പ്രീസിഡൻ്റ് ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് അമേരിക്ക. അത് അമേരിക്കയെ മാത്രമല്ല ബാധിക്കുന്ന, ഇങ്ങനത്തെ അറ്റാക്സ് ഉണ്ടായാൽ ലോകമെമ്പാടും അശാന്തി പടരും. ഷിപ്പിങ്ങിൻ്റെ ആ ഒരു സേഫ്റ്റിയും സെക്യൂരിറ്റിയും ഇല്ല എന്നൊരു തോന്നൽ ഉണ്ടാകും. അത് അങ്ങനെ ഒരു തോന്നലുണ്ടാകുമ്പോൾ ഇൻഷുറൻസ് പ്രീമിയംസ് വർദ്ധിക്കും. ഇൻഷുറൻസ് പ്രീമിയം വർദ്ധിക്കുമ്പോൾ ആ ചരക്ക് കൂലി വർദ്ധിക്കും, അത് ക്യാരി ചെയ്യാനുള്ള ചാർജസ് വർദ്ധിക്കും. അത് വാണിജ്യ ബന്ധങ്ങളിലൂടെ കൺസ്യൂമറിനാണ് അവസാനം വന്ന് മൊത്തത്തിൽ ബാധിക്കും. തീർച്ചയായും സാമ്പത്തിക ലോക സമ്പദ്ഘടനയെ മൊത്തത്തിൽ ബാധിക്കും. അതിൻ്റെ ഒരു എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് എല്ലാ രാജ്യങ്ങളിലും കൂടിയ ഇൻഫ്ലേഷനും ഇമ്പോർട്ട് ചെയ്യുന്ന ഇറക്കുമതി ചെയ്യുന്ന എല്ലാ പ്രോഡക്ട്സിൻ്റെയും വില വർദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് വളരെ ദുഃഖകരമായിരുന്നു. അതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു. ആ കപ്പൽ അമേരിക്ക ആക്രമിക്കാൻ പോവുകയല്ലായിരുന്നു, ശ്രീലങ്കയുടെ സമീപത്താണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇറാൻ്റെ മറ്റൊരു കപ്പലും അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇനി അതിനെയും ആക്രമിക്കുകയോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയില്ല. ഇതിന് പകരമായിട്ട് ഇറാൻ ഒരു അമേരിക്കൻ ഓയിൽ ടാങ്കറേയും ടാർഗറ്റ് ചെയ്ത് ബഹ്റൈൻ്റെ തീരത്ത് അതിപ്പോൾ കത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ലേറ്റസ്റ്റ് വിവരം.
അതുകൊണ്ട് തികച്ചും ആ, ദുഃഖകരമാണ് ഈ ഒരു സംഭവം. യുദ്ധം തന്നെ എല്ലാ വിധത്തിലും വളരെ മോശമായ കാര്യമാണ്. പക്ഷെ അതിങ്ങനെ ഓരോ പടിയായിട്ട് അത് എസ്കലേറ്റ് ചെയ്ത് കൊണ്ടുവരുവാണ്. അതിൻ്റെ ആ ഒരു എക്സ്റ്റെൻറ്റും വ്യാപിച്ചു വരുവാണ്. ഇന്ന് ഇറാൻ്റെ ഒരു റെസ്പോൺസ് അസർബൈജാനിലെ അമേരിക്കൻ ബേസിനെ ടാർഗറ്റ് ചെയ്തു എന്നുള്ളൊരു വാർത്തയാണ്. ടർക്കിയെ ടാർഗറ്റ് ചെയ്തു, സൈപ്രസിനെ ടാർഗറ്റ് ചെയ്തു. അപ്പോൾ ഗൾഫിൽ പോലും ഇത് ലിമിറ്റഡ് ആകുന്നില്ല. നമുക്കെല്ലാം കൂടെ ലഭിച്ചിട്ടുള്ളൊരു അല്പം ആ, നല്ല വാർത്ത അല്ലെങ്കിൽ ആശ്വാസം തരുന്ന വാർത്ത എന്ന് പറയുന്നത് എയർ സ്പേസ് ചെറിയ തോതിൽ തുറന്നു തുടങ്ങിയിട്ടുണ്ട്. ഫ്ലൈറ്റ്സ് റിസ്യൂം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇറാൻ്റെ സ്ട്രാറ്റജി അനുസരിച്ച് അവർ മേജർ ഓയിൽ ഇൻഫ്രാസ്ട്രക്ചർ ടാർഗറ്റ് ചെയ്യുന്നു. പിന്നെ ഈ അമേരിക്കൻ ബേസസിനെയും അമേരിക്കൻ എംബസീസിനെയും കൺസുലേറ്റ്സിനെയാണ് അവർ ടാർഗറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. സിവിലിയൻ ഏരിയാസിലെല്ലാം വീണത് പലരും പറയുന്നത് ഷ്രാപ്നലാണ്. അവരുടെ അതെ. മിസൈൽസ് വന്ന് അത് തടയുമ്പോൾ അതിൻ്റെ പീസസാണ് സിവിലിയൻ ഏരിയാസിൽ വന്ന് വീഴുന്നത്. പിന്നെ തുടക്കത്തിൽ കുറച്ചുകൂടെ ഒരു ഇൻഡിസ്ക്രിമിനേറ്റ് ടാർഗറ്റിംഗ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടെ സൂക്ഷ്മമായിട്ട് അവർ ടാർഗറ്റ് ചെയ്ത് റെസ്പോണ്ട് ചെയ്യുകയാണ്. പക്ഷേ ആ ഒരു ഇക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ തന്നെയാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. അതിൽ നിന്നും ഗൾഫ് രാജ്യങ്ങൾക്ക് ഒരുപാട് ദോഷമുണ്ടാവും. അത് ഗൾഫ് രാജ്യങ്ങൾക്ക് ദോഷമുണ്ടായാൽ അതും നമ്മളെ വന്ന് ഇന്ത്യയെ ഭവിക്കും. നമ്മുടെ ബാധിക്കും. ആൾക്കാരാണ് അവിടെ ജീവിക്കുന്നത്. അവരുടെ തൊഴിലവസരങ്ങൾ അല്ലെങ്കിൽ അവരുടെ തൊഴിൽ തുടരാനുള്ള സാധ്യതകളെല്ലാം ബാധിക്കുന്ന ഒരു വിഷയമാണ് ഈ യുദ്ധത്തിൻ്റെ തുടർച്ച. ഈ ഇറാൻ കപ്പലിനെ ആക്രമിച്ച ആ ഒരു സംഭവത്തിൽ ഇന്ത്യ ഇതുവരെ ആ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. ഇന്ത്യയുടെ പ്രതികരണം ഏത് തരത്തിലായിരിക്കണം? അപ്പോൾ നമ്മുടെ നയതന്ത്ര ബന്ധങ്ങളെ ബാധിക്കുന്ന തരത്തിലേക്ക് ഈ ഒരു സംഭവം മാറാനുള്ള ഒരു സാധ്യതയില്ലേ? ഇത് നയതന്ത്ര ബന്ധത്തെ സ്വാധീനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എങ്കിലും ഈ ഒരു കപ്പലെ ടാർഗറ്റ് ചെയ്തു എന്ന കാര്യത്തിൽ മാത്രമല്ല, ഖൊമേനിയെ കൊന്ന കാര്യത്തിലും ഇന്ത്യ പ്രതികരിച്ചിട്ടില്ല. ഇറാൻ ഗൾഫ് രാജ്യങ്ങളെ അറ്റാക്ക് ചെയ്തപ്പോൾ അതിനെ അപലപിച്ച് ട്വീറ്റ് ഇടുകയും പ്രധാനമന്ത്രി മോദി തന്നെ ട്വീറ്റ് ഇടുകയും ആ രാജ്യങ്ങളുടെ തലവന്മാരുമായി സംസാരിക്കുകയൊക്കെ ചെയ്തു. ഉം. പക്ഷേ യുദ്ധം തുടങ്ങി വെച്ചത് ഇസ്രയേലാണ്, യുദ്ധം തുടങ്ങി വെച്ചത് അമേരിക്കയാണ് എന്ന് വ്യക്തമായിട്ട് ഇന്ത്യ പറയേണ്ടതാണ്. ഉം. ആ ഖൊമേനിയെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് വധിച്ചത് തെറ്റാണ് എന്ന് പറയേണ്ടതാണ്. ഒരു രാജ്യത്തലവൻ്റെയും ആളെ ഇഷ്ടമുണ്ടാകാതിരിക്കാം. അവിടുത്തെ ഭരണകൂടങ്ങൾ പല തരമായിരിക്കാം. ലോകത്ത് എത്രയോ നോർത്ത് കൊറിയയുണ്ട്, സൗദി അറേബ്യയുണ്ട്, ചൈനയുണ്ട്, റഷ്യയുണ്ട്, അമേരിക്കയുണ്ട്, യൂറോപ്പുണ്ട്, ഇന്ത്യയുണ്ട്, ഇന്തോനേഷ്യയുണ്ട്. ഇതെല്ലാം ഓരോ തലത്തിലുള്ള ഭരണകൂടങ്ങളാണ്. ഉം. അപ്പോൾ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ഭരണകൂടമാണ് എന്ന് പറഞ്ഞ് ആ രാജ്യത്തിൻ്റെ തലവന്മാരെ ടാർഗറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വെനിസ്വേലയിൽ നടന്നതുപോലെ അവിടെ ഹെലികോപ്റ്റർ ഇറക്കി അയാളെ കിഡ്നാപ്പ് ചെയ്ത് അമേരിക്കയിലേക്ക് കൊണ്ടുവരിക, ഇതൊക്കെ തികച്ചും തെറ്റാണ്. അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ഒരു വയലേഷനാണ്. അതിനെതിരെ ഇന്ത്യ ശബ്ദമുയർത്തണം, പ്രതികരിക്കണം. നമ്മുടെ നയതന്ത്ര ബന്ധങ്ങൾ അഫക്റ്റഡ് ആകും എന്ന് ഭയപ്പെട്ടിരുന്നിട്ട് കാര്യമില്ല. ഇന്ത്യയുടെ വിദേശ നയം എന്ന് പറയുന്നത് എന്നും സത്യസന്ധതയോടുകൂടിയും ന്യായത്തോടുകൂടിയും നീതിയോടുകൂടിയും നിലനിന്നിട്ടുള്ളൊരു അതെ, അതെ. വിദേശ നയമാണ്. അത് നമ്മൾ തുടർന്നും ഉയർത്തിപ്പിടിക്കണം. ഇന്ത്യ ഇന്ന് വലിയൊരു രാജ്യമാണ്. നമ്മളും ഒരു സാമ്പത്തിക ശക്തിയാണ്. നമുക്ക് നമ്മുടേതായ ഒരു ഇൻഫ്ലുവൻസ് ലോകത്തുണ്ട്. അതുകൊണ്ട് മറ്റൊരു രാജ്യത്തിനും നമ്മളെ അവഗണിക്കാനാകില്ല. ഉം. ഒരു രാജ്യത്തിനും നമ്മൾ ഒരു വിഷയത്തിൽ അവരുടെ അഭിപ്രായത്തോട് യോജിച്ചില്ല എന്ന് പറഞ്ഞ് നമുക്കെതിരെ എല്ലാ ബന്ധങ്ങളും വേർപെടുത്തുക എന്നുള്ളതൊന്നും ഇന്നത്തെ കാലത്ത് നടക്കില്ല. ഇതിനേക്കാൾ എത്രയോ വലിയ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. നമ്മൾ ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തി. 71 യുദ്ധത്തിൽ US പടക്കപ്പൽ വന്നപ്പോഴും നമ്മളത് അവഗണിച്ചുകൊണ്ട് ബംഗ്ലാദേശിനെ വിമോചിച്ചു. അപ്പോൾ എത്രയോ വലിയ വെല്ലുവിളികൾ, ഇതിനേക്കാൾ എത്രയോ വലിയ വെല്ലുവിളികൾ നമ്മൾ അമേരിക്കയിൽ നിന്നും നേരിട്ടിട്ടുണ്ട്. ഉം. അതെല്ലാം അതിജീവിച്ച ഒരു രാഷ്ട്രമാണ് 2026-ൽ നമ്മുടെ ശക്തി എത്രയോ മടങ്ങ് വർദ്ധിച്ചിരിക്കുമ്പോൾ, നമ്മുടെ ജനങ്ങൾ എത്രയോ രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട ജോലികളിൽ ഏർപ്പെടുന്നു, അവിടുത്തെ ഇൻഫ്ലുവൻഷ്യൽ ആക്ടേഴ്സായി മാറിയിരിക്കുന്നു. ഉം. അപ്പോൾ അതെല്ലാം ഒരു സുപ്രഭാതത്തിൽ ഇല്ലാതാകുമെന്നൊന്നും ഭയപ്പെട്ട് നമ്മൾ ഇരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്നും എന്താണോ ശരി, എന്താണോ തെറ്റ് എന്നുള്ളത് പരസ്യമായി പുറത്തു പറയാനുള്ള ധൈര്യം കാണിക്കണം എന്നതാണ് എൻ്റെ വിശ്വാസം. ഇപ്പൊ ഈ ഇന്ത്യ ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത് ഖമനയുടെ വധത്തിൽ ഒരു അനുശോചനം അറിയിച്ചുകൊണ്ട് എംബസിയിൽ പോയി സംസാരിച്ചു എന്നുള്ളതാണ്, അവിടെ രേഖപ്പെടുത്തി എന്നുള്ളത് മാത്രമാണ്. അതിനെ ഒരു പ്രതികരണമായി കണക്കാക്കാനാകുമോ? ഇല്ല, തീർച്ചയായും ആകില്ല. തീർച്ചയായും ആകില്ല. ഇതൊരു സാധാരണ ഒരു റൊട്ടീൻ പ്രാക്ടീസാണ്. ലോകത്തെ ഏതൊരു രാഷ്ട്രതലവനും സർവീസിൽ ഇരിക്കുമ്പോൾ മരിച്ചാൽ
അത് ലോകമെമ്പാടുമുള്ള ആ രാജ്യത്തിൻ്റെ എംബസീസിൽ ഇങ്ങനെ ഒരു കണ്ടോലൻസ് ബുക്ക് ഓപ്പൺ ചെയ്യും. ഉം. എന്നിട്ട് ആ രാജ്യത്തിൻ്റെ നേതാക്കന്മാരെ അതിൽ വന്ന് ഒപ്പിടാനായി ക്ഷണിക്കും. അത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ അനുസരിച്ച് ഏത് ലെവലിലുള്ള ആൾക്കാർ പോയി ഒപ്പിടണം എന്നുള്ളൊരു തീരുമാനം ഹോസ്റ്റ് ഗവൺമെൻറ് എടുക്കുകയും അതനുസരിച്ച് ആൾക്കാരെ അയക്കുകയും ചെയ്യും. നമുക്കൊരു ഉദാഹരണത്തിന് ഇതെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. രാഹുൽ ഗാന്ധി ഉം. രാജീവ് ഗാന്ധി മരിച്ച ആ ഒരു സാഹചര്യത്തിൽ അമേരിക്കൻ എംബസിയിൽ 3 പഴയ സിറ്റിംഗ് പ്രസിഡന്റും 2 പഴയ പ്രസിഡന്റും 3 പേര് വന്ന് ഉം. കണ്ടോലൻസ് ബുക്ക് ഒപ്പിട്ടിട്ടുണ്ട്. ഉം. ഇന്ത്യയുടെ ഒരു നേതാവിന് എന്തെങ്കിലും സംഭവിച്ചാൽ ബംഗ്ലാദേശിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നും മാൽദീവ്സിൽ നിന്നും എല്ലാം പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും തന്നെ വന്ന് കണ്ടോലൻസ് ബുക്ക് സൈൻ ചെയ്യും. യൂറോപ്പിലൊരു രാജ്യമോ ഈസ്റ്റ് യൂറോപ്പിലൊരു രാജ്യമോ ആഫ്രിക്കയിലൊരു രാജ്യമാണെങ്കിൽ അത് ചിലപ്പോൾ വിദേശമന്ത്രി ആയിരിക്കാം, ചിലപ്പോൾ ഒരു മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫോറിൻ സെക്രട്ടറി ആയിരിക്കാം, അല്ലെങ്കിൽ ജോയിൻറ്റ് സെക്രട്ടറി ആയിരിക്കാം. അപ്പോൾ ആ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ ഉം. നോക്കിക്കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് വലിയൊരു ഇതിനൊരു പ്രതികരണമായിട്ട് ഒരിക്കലും കാണുവാൻ സാധിക്കില്ല. ഇന്ത്യ ഏത് രീതിയിലായിരിക്കണം പ്രതികരിക്കേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഒരു വിഷയം ഗവൺമെൻറ് പറയുന്നത് ശരിയാണ്. അതായത് നമ്മുടെ ജനങ്ങളുടെ സുരക്ഷയാണ് ഇന്നത്തെ നമ്മുടെ ഏറ്റവും വലിയൊരു പ്രയോറിറ്റി. ഉം. അവരുടെ വെൽഫെയർ ആണ് നമുക്ക് ഏറ്റവും വലിയ പ്രയോറിറ്റി. അപ്പോൾ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എവിടെയെങ്കിലും ആൾക്കാർ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെങ്ങനെ നാട്ടിലേക്ക് തിരിച്ചെത്തുവാൻ സാധിക്കും, അവിടെ ഉള്ള ആൾക്കാർക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഉം. അതിൽ എന്ത് സഹായങ്ങൾ നേരിട്ടോ അല്ലെങ്കിൽ അതാത് രാജ്യങ്ങളുടെ ഭരണകൂടങ്ങളിലൂടെയോ എത്തിക്കുവാൻ സാധിക്കും. പിന്നെ അവർക്ക് ഒരു താങ്ങും തണലുമായിട്ട് നമ്മുടെ എംബസികൾ പ്രവർത്തിക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഉം. പക്ഷേ അതൊരു ലിമിറ്റഡ് ലോക്കലൈസ്ഡ് അതെ, മെഷറാണ്. അതെ. പക്ഷെ അന്താരാഷ്ട്ര സമൂഹം ഇന്ത്യയെ നോക്കുകയാണ്. ഉം. ഇത് ഓൾറെഡി സെക്രട്ടറി കൗൺസിലിൽ ഒരു ചർച്ച നടന്നു കഴിഞ്ഞു. ജനറൽ അസംബ്ലിയിൽ ഈ വിഷയം വരും. അവിടെ എല്ലാം ഇന്ത്യ നിലപാടെടുക്കേണ്ടതാണ്. ഉം. അതുകൂടാതെ പത്രമാധ്യമങ്ങളിലൂടെയും ലോക സമൂഹത്തിൻ്റെ ഏത് ഒരു ഫോറം ഉണ്ടായിരുന്നാലും അവിടെയെല്ലാം നമുക്ക് ശബ്ദമുയർത്തി നമ്മുടെ അഭിപ്രായം എന്താണ്, എന്താണ് ശരി, എന്താണ് തെറ്റ്, ലോകത്തിന് ഗുണം ചെയ്യുന്നത് എന്താണ് പ്രത്യേകിച്ച് എന്നെല്ലാം പറയേണ്ടതാണ്. ലോകശക്തികളിലൊന്നായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് നമ്മൾ ഇന്ത്യ. തീർച്ചയായും. പക്ഷേ നമ്മൾ ഈ ലോകശക്തി എന്ന് പറയുന്നത് നമ്മൾ സ്വയം അവകാശപ്പെട്ടാൽ പോരാ. അത് ലോകം അംഗീകരിക്കണം. അപ്പോൾ ലോകം അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ശരിയുടെ കൂടെ നിൽക്കണം, തെറ്റിൻ്റെ കൂടെ നിൽക്കാൻ പാടില്ല. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാനുള്ളത്, ഗാസയിലെ ആ ഒരു മനുഷ്യഹത്യ നടന്നപ്പോൾ ഉം. സൗത്ത് ആഫ്രിക്കയാണ് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ ഈ ഗാസയിലെ ജനങ്ങൾക്ക് വേണ്ടി, പാലസ്തീനിയൻസിന് വേണ്ടി കേസ് മുന്നോട്ട് കൊണ്ടുപോയത്. അതെ, അതെ. ആ കേസിൻ്റെ ഒരു ഭാഗമാകാൻ പോലും ഇന്ത്യ തയ്യാറല്ലായിരുന്നു. നേരെ മറിച്ച് ഇതുപോലത്തെ സാഹചര്യങ്ങളിൽ ഇന്ത്യക്ക് നാച്ചുറലായിട്ടും ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ടും ഉള്ള ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കയും ബ്രസീലും എല്ലാം കൂടി ചേർന്ന് ഉം. ഒരു യുണൈറ്റഡ് ഫ്രണ്ട്, ഒരു മൂന്നാം ചേരിയിൽപ്പെട്ട രാജ്യങ്ങളുടെ ഒരു യുണൈറ്റഡ് ഫ്രണ്ട് വേണമെങ്കിൽ ഇന്ത്യക്ക് മുന്നോട്ട് വെക്കാമായിരുന്നു. അല്ലെങ്കിൽ ആ യുണൈറ്റഡ് ഫ്രണ്ടിന് നേതൃത്വം നൽകാമായിരുന്നു. ഉം. അതൊന്നും ഇന്ത്യ ചെയ്തിട്ടില്ല. ഇന്ത്യ എന്നും പാലസ്തീനിയൻ ജനതയോടൊപ്പം നിലനിന്നിട്ടുള്ള ആൾക്കാരാണ്. ഗാസയിൽ സംഭവിച്ചത് തികച്ചും തെറ്റാണ്. ഇസ്രായേൽ നടത്തിയത് ഒരു വംശഹത്യയാണ്. അതിന് കൂട്ടുനിന്നത് അമേരിക്കയാണ് എന്നുള്ളത് ലോകത്തെ എല്ലാവർക്കും അറിയാം. അതായത് ഇസ്രായേലിലെ ജനങ്ങൾക്കും അമേരിക്കയിലെ ജനങ്ങൾക്കും തന്നെ അറിയാം. ഉം. എന്നിട്ടും ഇന്ത്യ ശബ്ദം പോലും ഉയർത്തുന്നില്ല, ഇന്ത്യ പറയുന്നില്ല പരസ്യമായി. പ്രധാനമന്ത്രി മോദി ഇസ്രായേലിൽ പോയി നെതന്യാഹുവിനെ കെട്ടിപ്പിടിക്കുന്നു ഈ യുദ്ധം പുറപ്പെടുന്നതിൻ്റെ തൊട്ട് മുമ്പ്. ഇത് വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഏതൊരു നീണ്ട കാലത്തെ വിദേശ നയത്തിൻ്റെ ഒരു വിദ്യാർത്ഥിക്കോ ഒരു അനലിസ്റ്റിനോ. നെഹ്റുവിൻ്റെ കാലം തൊട്ട് തന്നെ ഇന്ത്യ പിന്തുടർന്നു പോരുന്ന ഒരു വിദേശ നയമുണ്ട്. ചേരിചേരാ നയം മുതൽ നമുക്ക് അറിയാവുന്നതാണ്. ഇന്ത്യയുടെ ഒരു മൗനത്തിന്, ഇപ്പോഴത്തെ ഒരു മൗനത്തിന് എന്തായിരിക്കാം കാരണം? ഇന്ത്യയുടെ ഇപ്പോഴത്തെ മൗനം എന്ന് പറയുന്നത് ഒരു താൽക്കാലിക ഓപ്പർച്യൂണിസമാണ്. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ ഒരു വശത്ത് ഇത് ഇറാൻ തോൽക്കുന്ന ഒരു യുദ്ധമാണ്, നമ്മൾ ഇറാൻ്റെ തോൽവിയുടെ പക്ഷത്ത് നിൽക്കേണ്ട എന്നൊരു ചിന്താഗതി ആയിരിക്കാം. മറുപക്ഷത്ത് അമേരിക്കയുമായുള്ള ബന്ധങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ട്രംപ് വളരെ അൺപ്രഡിക്റ്റബിളാണ്. ട്രംപിനെതിരെ നമ്മൾ എന്താണ് ഓപ്പറേഷൻ സിന്ദൂർ നടന്നപ്പോൾ അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടായിരുന്നില്ല ഒരു സീസ് ഫയർ ഉണ്ടാക്കുന്നതിൽ.
എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ രോഷാകുലനായി ട്രംപ് പാകിസ്ഥാന് ഒരുപാട് ഫേവേഴ്സ് ചെയ്തു കൊടുക്കുന്നു, അവർക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നു. നമ്മളൊരു വശത്ത് അമേരിക്ക ഇടപെടുന്നില്ല എന്ന് പറയുന്നു, മറുവശത്ത് പാകിസ്ഥാൻ ട്രംപിനെ നോബൽ പ്രൈസിന് വേണ്ടി നോമിനേറ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഒരു കോംപ്ലക്സ് സാഹചര്യത്തിൽ ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ശക്തിയായ അമേരിക്ക സാമ്പത്തിക രംഗത്തും സാങ്കേതിക രംഗത്തും ഡിഫൻസിൻ്റെ രംഗത്തും എല്ലാം ഇന്ത്യക്ക് ഒരുപാട് നേടാൻ സാധിക്കുന്ന ഒരു രാജ്യമായ അമേരിക്ക ആ രാജ്യത്തിനോട് ആ രാജ്യത്തെ പരസ്യമായി എതിർക്കുന്നതുകൊണ്ട് നമുക്ക് നേട്ടമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്രാഗ്മാറ്റിസം അല്ലെങ്കിൽ റിയലിസം വേഴ്സസ് ഐഡിയലിസം എന്നൊരു കോൺഫ്ലിക്റ്റ് ആയിരിക്കാം. എനിക്കറിയില്ല എന്തൊക്കെ ചിന്താഗതിയാണ് പോയിട്ടുള്ളതെന്നുള്ളത്. പക്ഷെ അത് തെറ്റാണ്. നമുക്ക് എത്ര പ്രാഗ്മാറ്റിക് ആയിരുന്നാലും നമുക്ക് ഐഡിയലിസത്തിനെ ഒഴിവാക്കാൻ സാധിക്കില്ല, അതിനെ ഇല്ലാതാക്കാൻ സാധിക്കില്ല. ചില ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് നമ്മൾ നിലനിർത്തിയില്ലെങ്കിൽ, അതിനുവേണ്ടി നമ്മൾ നിലകൊണ്ടില്ലെങ്കിൽ അത് നമ്മളെ തന്നെ തിരിച്ചു വന്ന് കൊത്തും. ഇന്ന് അമേരിക്ക ഇറാനോട് ഇതുപോലെ ചെയ്താൽ നാളെ ഇന്ത്യക്കെതിരെ ചെയ്യില്ല എന്ന് ആർക്കറിയാം. അപ്പോൾ ഈ വാണിജ്യ തിരുവയുടെ കാര്യത്തിൽ തന്നെ ഇന്ത്യക്കെതിരെ അതിശക്തമായ നിലപാടുകൾ എടുത്ത ഒരു പ്രസിഡൻ്റാണ് ട്രംപ്. ഇതെല്ലാം ഞാൻ ഒരു വശത്ത് മോദി എൻ്റെ അടുത്ത സുഹൃത്താണ്, നല്ലവനാണ്, വലിയ ആളാണെന്ന് പറയുകയും അതിനോടൊപ്പം ഇന്ത്യയുടെ ആ ഒരു സമ്പദ്ഘടനയും നമ്മുടെ ബിസിനസ്സുകാരെയും എല്ലാം ഏറ്റവും ദ്രോഹിക്കുന്ന നടപടികളാണ് ട്രംപ് എടുത്തിരിക്കുന്നത്. ഇപ്പോഴും നമ്മുടെ കേരളത്തിലെ ഏതൊരു ബിസിനസ്സുകാരനോടും ചോദിച്ചാൽ അയാൾ പറയും ആകെ കൺഫ്യൂഷനാണ്, ടെൻഷനാണ്, എന്ത് സംഭവിക്കുമെന്ന് അറിയുന്നില്ല, വില കയറുന്നു, താഴോട്ട് പോകുന്നു, ഗോൾഡിൻ്റെ പ്രൈസസ് മുകളിലേക്ക് പോകുന്നു, ഓയിൽ പ്രൈസസ് ഉയരുന്നു, ഈ ഇന്ന് എത്രയാണ്, ഇന്നലെ എത്രയായിരുന്നു, നാളെ എത്രയാണ് എന്നറിയില്ല, വേറെ മാർക്കറ്റ് അന്വേഷിക്കണോ അല്ല അമേരിക്കയിൽ തന്നെ വിൽക്കാൻ ശ്രമിക്കണോ, അങ്ങനെ ആകെ ഒരു കൺഫ്യൂഷൻ സൃഷ്ടിച്ചിരിക്കുകയാണ് ട്രംപ്. നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും അത് സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ട്രംപ് ഒരു ബിഗ് ബുള്ളിയായിട്ട് പെരുമാറുമ്പോൾ ഇന്ത്യയുടെ റെസ്പോൺസ് എന്ന് പറയുന്ന ആ ബിഗ് ബുള്ളിയോട് കീഴടങ്ങുക എന്നുള്ളതാണ്. അല്ല, കീഴടങ്ങിയാൽ അത് കൂടുതൽ പുള്ളി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് നമ്മുടെ എല്ലാ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് വളരെയധികം ഡിറ്റർമിനേഷനോടുകൂടി, വളരെയധികം കോൺഫിഡൻസോടുകൂടി നമുക്ക് ചേർത്ത് നിൽക്കാൻ സാധിക്കണം. അതൊക്കെയാണ് ഇന്ത്യ ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തിയ സമയത്ത് കണ്ടത്. ഇന്ത്യയുടെ തുടർച്ചയായി ഉണ്ടായിട്ടുള്ള കോൺഗ്രസ് സർക്കാരുകളും വാജ്പേയി ഗവൺമെൻറ് സർക്കാരും എല്ലാം അമേരിക്കയ്ക്കെതിരെ അതിശക്തമായ നിലപാടെടുത്തിട്ടുള്ള രാജ്യങ്ങളാണ്. ഒരിക്കലും ഇങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ച് പുറത്തു പറയാൻ ധൈര്യമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. പിന്നെ ഇസ്രയേൽ എന്ന് പറയുന്നതും ഇസ്രയേലിൻ്റെ ബന്ധങ്ങൾ നല്ലതാണ്, ആരും അത് മോശമാണെന്ന് പറയില്ല. മറ്റ് രാജ്യങ്ങളെ പോലെ തന്നെ നമുക്ക് ഇസ്രയേലുമായി നീണ്ടകാലമായ ഒരു സിവിലൈസേഷണൽ കണക്ഷൻ തന്നെയുണ്ട്. ഈ ജുദൈസത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ ഇന്ത്യയിൽ വന്ന് അവർക്ക് നമ്മൾ സ്വാഗതം നൽകിയ കാലഘട്ടം തൊട്ട് അവരുമായി നമുക്കൊരു ബന്ധമുണ്ട്. പക്ഷേ പശ്ചിമേഷ്യ മുഴുവൻ എടുത്തു നോക്കിയാൽ ഇസ്രയേൽ വളരെ ചെറിയൊരു രാജ്യമാണ്. ഈ ഒരു ഡിഫൻസ് ടെക്നോളജിയിലല്ലാതെ അത് നമുക്ക് ചില പ്രധാനപ്പെട്ട ടെക്നോളജികൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ചിലതെല്ലാം ഇന്ത്യയിൽ ചിലപ്പോൾ ഇൻറ്റേർണൽ പൊളിറ്റിക്കൽ റീസൺസിന് വേണ്ടി മിസ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നെല്ലാം പറയാമെന്നല്ലാതെ അത് ബാക്കി ഗൾഫ് രാജ്യങ്ങളിൽ നമുക്കുള്ള ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ ഇറാനിൽ നമുക്കുള്ള ഒരു നീണ്ട കാലത്തെ സിവിലൈസേഷണൽ, റിലിജിയസ്, പീപ്പിൾ ടു പീപ്പിൾ, എക്കണോമിക് ആൻഡ് കമേഴ്ഷ്യൽ, ഓയിൽ ആൻഡ് ഗ്യാസ്, പാകിസ്ഥാൻ്റെ നെയ്ബറായിരിക്കുന്ന ഇറാൻ, അഫ്ഗാനിസ്ഥാൻ്റെ നെയ്ബറായിരിക്കുന്ന ഇറാൻ, ഈ ഫാക്ടേഴ്സ് എല്ലാം നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കില്ല. സോ ഇറാൻ ഇന്ത്യക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ്. ഇറാനെ അവഗണിച്ചുകൊണ്ട് ഇസ്രയേലിനെ സ്നേഹിക്കാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളെ അവഗണിച്ചുകൊണ്ട് ഇസ്രയേലിന് പ്രാധാന്യം നൽകുക എന്ന് പറയുന്നത് പ്രായോഗികമായ ഒരു നയതന്ത്രമല്ല. ഇപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇറാനിയൻ കപ്പൽ അമേരിക്ക വീഴ്ത്തിയത് ട്രംപിൻ്റെ ഈ ഒരു ബുള്ളി നേച്ചർ അതിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണോ, അതോ അങ്ങനെ ഒരു മുന്നറിയിപ്പ് ഇന്ത്യക്കും മറ്റു രാജ്യങ്ങൾക്കും, ഏഷ്യൻ രാജ്യങ്ങൾക്കും നൽകുന്ന രീതി കൂടിയാണോ, അങ്ങനെ കൂടി കാണേണ്ടതുണ്ടോ അതിന്? ഇല്ല, അത് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അത് ശ്രീലങ്കയ്ക്കോ, നമ്മളെക്കാൾ കൂടുതൽ ഒരു മെസ്സേജ് ശ്രീലങ്കയ്ക്കാണ് ആകേണ്ടത്, അല്ലെങ്കിൽ ഇന്ത്യക്കോ ആണ് എന്നുള്ളതല്ല. നേരെ മറിച്ച് ട്രംപിൻ്റെയും അമേരിക്കയുടെയും ഈ അടുത്ത കാലത്തെ പല നയങ്ങൾ എടുത്തു നോക്കിയാൽ നമ്മൾ കാണുന്നത് മറ്റ് രാജ്യങ്ങളോടുള്ള ഒരു പുച്ഛമാണ്, അന്താരാഷ്ട്ര നിയമങ്ങളോടൊരു പുച്ഛമാണ്. എനിക്ക് ശക്തിയുണ്ട്, മൈറ്റ് ഇസ് റൈറ്റ്, എനിക്കെന്ത് ഇഷ്ടമോ അത് ഞാൻ ചെയ്യും, എനിക്കെന്ത് തോന്നുമോ ഞാൻ ചെയ്യും. സത്യം പറഞ്ഞാൽ അമേരിക്കയിലെ ട്രംപും ഡിഫൻസ് സെക്രട്ടറി എല്ലാം ഞങ്ങൾ യുദ്ധം വിജയിച്ചു
എന്ന് പ്രഖ്യാപിക്കുകയാണ്. അവരുടെ ഫോക്സ് ന്യൂസ് പോലെ ടെലിവിഷൻ ഉം. ചാനൽസിലെ വിദഗ്ധരെല്ലാം യുദ്ധം ജയിച്ചു എന്ന് പറയുന്ന ഒരു വശമാണ്. ഉം. പക്ഷേ യഥാർത്ഥത്തിൽ ഈ റെജീം ചേഞ്ച് എന്ന് അവർ പരസ്യമായി പ്രഖ്യാപിച്ച ആ ഒരു ഗോൾ എത്രയോ ദൂരത്തിൽ നിൽക്കുകയാണ്. അവിടെ റെജീം ചേഞ്ചിൻ്റെ ഒരു സാഹചര്യവും ഇപ്പോൾ നമ്മൾ കാണുന്നില്ല. ഉം. നേരെ മറിച്ച് കൊമേനിയെ വധിച്ചിട്ടും ഒരു സ്മൂത്ത് ട്രാൻസിഷൻ ഓഫ് പവർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു ഹിയറാർക്കിയൽ സ്ട്രക്ചർ അവിടെ തന്നെ നിലകൊണ്ടിരിക്കുന്നു. മാത്രമല്ല ഇറാൻ ആകുന്ന വിധത്തിലെല്ലാം റിറ്റാലിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ജയിക്കുന്നു എന്ന പ്രതീതി കൊണ്ടുവരാൻ വേണ്ടി എവിടെ ചാൻസ് കിട്ടുന്നോ അത് അന്താരാഷ്ട്ര വാട്ടേഴ്സിൽ അവിടെ പോയി ഇറാൻ്റെ ഒരു കപ്പൽ കണ്ടു എന്നാൽ നമുക്ക് പോയി തട്ടിക്കളയാം എന്നുള്ളൊരു തീരുമാനമാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ യുദ്ധം എത്ര കാലം നീണ്ടു നിൽക്കുമെന്നാണ് കരുതുന്നത്? സത്യം പറഞ്ഞാൽ ആർക്കും പ്രവചിക്കാൻ സാധിക്കില്ല. ഏറ്റവും അടുത്ത് അമേരിക്കയിൽ നിന്നും വരുന്ന റിപ്പോർട്ട്സ് എടുത്ത് നോക്കിയാൽ അവർ ചിലർ 3 ദിവസം എന്ന് പറയുന്നു, ചിലർ 3 ദിവസം കടന്നിരിക്കുന്നു. ഉം. ട്രംപ് തന്നെ 3 4 ആഴ്ച എന്ന് പറയുന്നു. ഡിഫൻസ് സെക്രട്ടറി അത് 6 ആഴ്ചയാകാം 7 ആഴ്ചയാകാം എന്ന് പറയുന്നു. പിന്നീട് ചിലർ അല്ലെങ്കിൽ ട്രംപ് തന്നെയാണെന്ന് തോന്നുന്നു ലക്ഷ്യം എത്തുന്നത് വരെ ഞങ്ങൾ യുദ്ധം ചെയ്യും എന്ന് പ്രഖ്യാപിക്കുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ അമേരിക്കൻ എന്താണ് എക്സ്പ്രഷൻസ് പോലെ ഇതൊരു ഫോറെവർ വാറാണ്. ഉം. എന്നത്തേക്കും ഉള്ളൊരു യുദ്ധമായി ആണ് അവർ തൽക്കാലം കാണുന്നത്. പക്ഷേ അത് ഒരു എന്താണ് യാഥാർത്ഥ്യബോധത്തോടുകൂടി ആർക്കും അങ്ങനെ ഒരു ഫോറെവർ വാറിന് ഇന്ന് അമേരിക്ക തയ്യാറാകും എന്ന് വിശ്വസിക്കാൻ സാധിക്കില്ല. അമേരിക്കൻ ജനത എന്നാണോ വിയറ്റ്നാം യുദ്ധത്തിൻ്റെ കാലഘട്ടത്തിൽ പോലെ ഇറാഖ് യുദ്ധത്തിൻ്റെ കാലഘട്ടത്തിൽ പോലെ ഇത് മതി, ഇനി ഞങ്ങൾ മരണങ്ങൾ സ്വീകരിക്കാൻ തയ്യാറല്ല, ഞങ്ങളുടെ കുട്ടികളുടെ ഞങ്ങളുടെ ജനങ്ങളുടെ ഈ ഒരു യുദ്ധം നമുക്ക് ഒരു കാരണവശാലും നമ്മുടെ യുദ്ധമല്ല, ഇതിന് നമുക്ക് യാതൊരു പ്രാധാന്യമില്ല, ഉടനെ തിരിച്ചു വരണം, ഈ യുദ്ധത്തിൽ പോയത് തന്നെ തെറ്റായിരുന്നു എന്ന് അമേരിക്കൻ പബ്ലിക്കിൽ നിന്നും ശക്തമായ ഒരു സമ്മർദ്ദം വരുമ്പോൾ തീർച്ചയായും ട്രംപ് പിന്മാറും. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബേസായ മാഗ മൂവ്മെൻറ്റ്, മേക്ക് അമേരിക്ക ഗ്രേറ്റ് മൂവ്മെൻറ്റ്, അവരെല്ലാം ഈ വിദേശ യുദ്ധങ്ങൾക്കെതിരാണ്. നോ ഫോറിൻ വാർസ് എന്ന ഒരു സ്ലോഗനോടുകൂടിയാണ് ഇലക്ഷൻ മത്സരിച്ചത് ട്രംപ്. അപ്പോൾ അതിനെല്ലാം ഘടകവിരുദ്ധമായിട്ടാണ് ഇപ്പോൾ ട്രംപ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടിയും മഗ മൂവ്മെൻറ്റും ജനങ്ങളും എല്ലാം ഉയർത്തെഴുന്നേറ്റ് ട്രംപിന് തടയിടണം. ഇപ്പോൾ സെനറ്റിൽ വന്ന റെസൊല്യൂഷൻ ബൈപാർട്ടിസൺ റെസൊല്യൂഷനായിരുന്നു. ഡെമോക്രാറ്റ്സും റിപ്പബ്ലിക്കൻസും ഒരുമിച്ച് മൂവ് ചെയ്ത റെസൊല്യൂഷനാണ് ട്രംപിൻ്റെ വാർ പവേഴ്സ് ലിമിറ്റ് ചെയ്യാനായിട്ട്. അത് തോറ്റു. പക്ഷേ ഇത് അവസാനത്തെ റെസൊല്യൂഷനാണ് നമ്മൾ കാണരുത്. വീണ്ടും വീണ്ടും കോൺഗ്രസിൽ ശ്രമങ്ങൾ ഉണ്ടാവും ട്രംപിനെ കൺട്രോൾ ചെയ്യാൻ. അതുപോലെ തന്നെ ഡെമോക്രാറ്റ്സ് അവരുടേതായ ശബ്ദങ്ങൾ ഉയർത്തും. ജനങ്ങളുടെ ഇടയിൽ നിന്നും പ്രസ്സിൽ നിന്നും മീഡിയയിൽ നിന്നും എല്ലാം ശബ്ദം ഉണ്ടാവും. റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്നും മാഗയിൽ നിന്നും ശബ്ദം ഉണ്ടാവും. ഇതൊരു ഇസ്രയേലിൻ്റെ യുദ്ധമാണ്. ഇതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം ഇസ്രയേലിൻ്റെയാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ സൂത്രധാരൻ ഇസ്രയേലാണ്. ഇസ്രയേലിന് പശ്ചിമേഷ്യയിൽ പരിപൂർണ ആധിപത്യം സ്ഥാപിക്കണം. ഇസ്രയേലിനെ വെല്ലുവിളിക്കുന്ന ഒരു രാജ്യവും അവിടെ ഉണ്ടാകരുത്. അങ്ങനെ ഉണ്ടായിരുന്ന ഏക രാജ്യമാണ് ഇറാൻ. പണ്ടെല്ലാം അറബ് രാജ്യങ്ങൾ ഇസ്രയേലുമായി യുദ്ധം നടത്തിയിട്ടുണ്ട്. പക്ഷേ അവരെല്ലാം ഇസ്രയേലുമായി കോംപ്രമൈസ് നടത്തിയ ഒരു മട്ടാണ്. അവരെല്ലാം പാലസ്തീനിയൻ വിഷയം ഉപേക്ഷിച്ച മട്ടാണ്. അത് പേരിന് പറയുന്നുണ്ടെങ്കിലും അതിനുവേണ്ടി വലിയ പ്രവർത്തനങ്ങളൊന്നും നടത്താൻ തയ്യാറല്ല. അപ്പോൾ ഇറാനെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ പിന്നെ ആ മേഖലയിൽ ഇസ്രയേലിന് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇസ്രയേലിനെ ചാലഞ്ച് ചെയ്യാൻ, ഇസ്രയേലിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ, ഇസ്രയേലിനെ എതിർക്കാൻ ആരും ഇല്ല. പിന്നെ ഇസ്രയേലികൾ എന്ന് പറയുന്നത് ഞങ്ങളുടെ എക്സിസ്റ്റൻഷ്യൽ ഇഷ്യൂ ആണ്. അപ്പോൾ ഇറാൻ ഞങ്ങളെ ഇല്ലാതാക്കും എന്നൊക്കെ പറയുന്ന രാജ്യമാണ്. അപ്പോൾ ഞങ്ങൾ നിലനിൽക്കണം, ഞങ്ങൾ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഇറാനെ ഇല്ലാതാക്കിയാലേ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇസ്രയേലാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂത്രധാരൻ. പിന്നെ അമേരിക്കയുടെ ഭാഗത്തിൽ നമ്മൾ വെനിസ്വേലയിൽ കണ്ടതുപോലെ ഈ ഓയിൽ ഇൻഡസ്ട്രിയുടെ ഇൻട്രസ്റ്റ് തീർച്ചയായിട്ടും ഉണ്ടാകും. ഇറാനെ തകർത്ത് ഒരു റെജീം ചേഞ്ച് ഉണ്ടാക്കി അവർക്ക് അനുകൂലമായ ഒരു ഭരണകൂടം വന്നു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം സംഭവിക്കുന്നത് അമേരിക്കൻ എണ്ണ കമ്പനികൾ അവിടെ പോവുകയും ഇറാൻ്റെ ഓയിലും ഗ്യാസ് റിസർവ്സും കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അതിലൂടെ ഇപ്പോൾ ഓൾറെഡി വെനിസ്വേല അവരുടെ കയ്യിൽ വന്നു കഴിഞ്ഞു. അമേരിക്കയ്ക്ക് ഉള്ളിൽ തന്നെ വലിയ പ്രൊഡക്ഷൻ ഉണ്ട്. ഗൾഫ് രാജ്യങ്ങളെല്ലാം അവർക്ക് അനുകൂലമായി നിൽക്കുന്ന രാജ്യങ്ങളാണ്. ഇറാൻ കൂടെ വന്നു കഴിഞ്ഞാൽ ലോകത്ത് തന്നെ
ഓയിൽ ആൻഡ് ഗ്യാസ് റിസർവ്സിൻ്റെ ആധിപത്യം അമേരിക്കയുടെ അമേരിക്കയുടേതാകും. കയ്യിലേക്ക് വരും. ഇത് യഥാർത്ഥത്തിൽ ഏറ്റവും ദൂഷ്യം ചെയ്യുന്നത് ചൈനയ്ക്കായിരിക്കും. ഉം. ബിക്കോസ് ഭാവിയിലെ സംഘർഷം, ഭാവിയിലെ ആ ഒരു മത്സരം എല്ലാം ചൈനയും അമേരിക്കയും തമ്മിലാണ്. ഉം. അപ്പോൾ അതിൽ ഈ ചൈന ഇന്നും ചൈനയിലേക്കുള്ളിലും ഓയിൽ ഉണ്ടെങ്കിലും ഒരു വലിയ തോതിൽ ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ്. ഏതാണ്ട് അപ്പോൾ 80% ഓയിൽ ഇറാനിൽ നിന്നാണ് അവർ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ അതെ. അപ്പോൾ ആ ഓയിൽ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ചൈനയുടെ മുകളിലും പ്രഷർ ചെലുത്താൻ പറ്റും എന്നുള്ളൊരു കാൽക്കുലേഷൻ അമേരിക്കയുടെ ഭാഗത്തുണ്ടാകും. പക്ഷേ അൾട്ടിമേറ്റ്ലി ഡൊമസ്റ്റിക് പൊളിറ്റിക്സ് ആണ് അവിടെ കിങ്. അതെ. ഡൊമസ്റ്റിക് പൊളിറ്റിക്സ് എങ്ങനെ പോകുന്നു അതനുസരിച്ച് അമേരിക്കൻ പോളിസീസ് മാറിക്കൊണ്ടിരിക്കും. എനിക്ക് തോന്നുന്നു ഈ അമേരിക്ക ഒരു വ്യക്തമായ ലക്ഷ്യമില്ലാതെയാണ് ഈ യുദ്ധത്തിലേക്ക് ഇറങ്ങിയത് തോന്നുന്നുണ്ട്. അതായത് മാർക്കോ റൂബിയോയുടെ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു പ്രസ്താവന തന്നെ കണ്ടാൽ അറിയാം. ഇറാനെ ഇസ്രായേൽ ആക്രമിക്കുമെന്ന് അറിയാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇറാൻ അമേരിക്കയെ ആക്രമിക്കും, അതുകൊണ്ട് ഞങ്ങൾ ആദ്യം ആക്രമിച്ചു എന്നുള്ള ഒരു ആദ്യം പറഞ്ഞ ന്യായീകരണത്തിൽ നിന്ന് മാറിയിട്ടൊരു ആർക്കും തൊടുന്യായം വിശ്വസിക്കാൻ പറ്റാത്ത ലോജിക്കാണ് അവർ ഉപയോഗിക്കുന്നത്. അത് കേൾക്കുന്നതും കാണുന്നവർക്കും എല്ലാവർക്കും അറിയാം ഇതൊരു പ്രഹസനമാണ്, ഇതൊരു ബേസ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത്. ആർക്കും അംഗീകരിക്കാൻ പറ്റില്ല. നേരെ മറിച്ച് ഒമാൻ ഫോറിൻ മിനിസ്റ്റർ അമേരിക്കൻ ടെലിവിഷൻ ചാനലോട് പോലും പറഞ്ഞത് ഒരു എഗ്രീമെൻ്റ് വക്കിലായിരുന്നു, ഇറാൻ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറായിരുന്നു, ഇറാൻ ചർച്ചകൾക്ക് തയ്യാറായിരുന്നു. ഒമാൻ്റെ മധ്യസ്ഥതയിൽ ഒമാനിലും മറ്റ് രാജ്യങ്ങളിലും എല്ലാം പലവട്ടം ചർച്ചകൾ നടന്നതാണ്. അപ്പോൾ ആ ചർച്ചകൾ വിജയിക്കാൻ അവസരം നൽകണം, യുദ്ധം തുടങ്ങരുത് എന്ന് അമേരിക്കയോട് കേണപേക്ഷിച്ച ഒരു രാജ്യമാണ് ഒമാൻ, ആ ഫോറിൻ മിനിസ്റ്ററിൻ്റെ തലത്തിൽ തന്നെ. അത് കേൾക്കാതെയാണ് ഈ യുദ്ധം തുടങ്ങി വെച്ചിരിക്കുന്നത്. ആൻഡ് അത് എന്താണ്, ചർച്ചകൾ നടക്കുന്നത് ആ ചർച്ചകളുടെ പോക്ക് മനസ്സിലാക്കിയിട്ട് എനിക്ക് തോന്നി അവർ നമ്മളെ ആക്രമിക്കാൻ പോകുന്നു എന്നാണ് ട്രംപ് പോലും പറയുന്നത്. ഇതെന്ത് റിഡിക്കുലസ് ആണ്. ട്രംപ് അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് ട്രംപിൻ്റെ എന്തോ ഫീലിംഗ് ഉണ്ടായി ഇറാൻ ഞങ്ങളെ ആക്രമിക്കാൻ പോകുന്നു എന്നുള്ളത്. ആൻഡ് കഴിഞ്ഞ വർഷം ജൂണിൽ ഒരു 12 ദിവസത്തെ യുദ്ധം നടത്തിയതേ ഉള്ളൂ. അന്ന് പ്രഖ്യാപിച്ചത് ഇറാൻ്റെ ന്യൂക്ലിയർ കേപ്പബിലിറ്റി മുഴുവൻ ഡിസ്ട്രോയ് ചെയ്തു എന്നുള്ളതാണ്. അന്നും ഇതുപോലെ എത്ര ഇറാൻ്റെ ലീഡർഷിപ്പിനെയാണ് ടാർഗറ്റ് ചെയ്ത് കൊന്നത്, മിലിറ്ററി ലീഡർഷിപ്പ് ആയിരുന്നാലും പൊളിറ്റിക്കൽ ഇൻ്റലിജൻസ് ലീഡർഷിപ്പ് ആയിരുന്നാലും. എന്നിട്ടും അവരൊന്നും നേടിയില്ല. അപ്പോൾ വീണ്ടും രണ്ടാമതൊരു യുദ്ധം തുടങ്ങിയിരിക്കുകയാണ്. മറ്റൊരു വിമർശനം കേൾക്കുന്നത് എപ്സ്റ്റീൻ ഫയൽസുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഈ യുദ്ധം എന്ന് പറയുന്നത് എപ്സ്റ്റീൻ ഫയൽസുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ മറയ്ക്കുന്നതിനായിട്ടാണെന്നുള്ള വിമർശനമാണ് കേൾക്കുന്നത്. അതിനെങ്ങനെയാണ് നോക്കി കാണുന്നത്? തീർച്ചയായും അതും ഒരു ഫാക്ടർ ആയിരിക്കാം. മറയ്ക്കാൻ എന്നുള്ളതല്ല, ആ ലോക അറ്റൻഷൻ, അമേരിക്കൻ മീഡിയയുടെ അറ്റൻഷൻ എപ്സ്റ്റീൻ ഫയൽസിൽ നിന്നും ഡിസ്ട്രാക്ട് ചെയ്ത് ഒരു യുദ്ധത്തിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ള ഒരു ഗൂഢലക്ഷ്യവും ഉണ്ടായിക്കൂടാ. നമുക്ക് അതിനെക്കുറിച്ച് ഇതൊരു കോൺസ്പിറസി തിയറിയാണ്, നമുക്ക് ക്ലിയർ ആയിട്ടും ഒരിക്കലും എവിഡൻസ് കിട്ടില്ല. പക്ഷെ ഒരു കാര്യം സത്യമാണ്, എപ്സ്റ്റീൻ എന്ന് പറയുന്നത് ട്രംപിൻ്റെ സുഹൃത്തും അമേരിക്കൻ രാഷ്ട്രീയത്തിലും സമൂഹത്തിലും വലിയ ഇൻഫ്ലുവൻസ് ചെലുത്തിയിരുന്ന ഒരു വ്യക്തിയാണ്. അയാളൊരു സെക്സ് ഒഫൻഡർ ആണെന്ന് പറഞ്ഞ് കൺവിക്റ്റ് ചെയ്യപ്പെട്ടിട്ട് പോലും അയാളുമായി ബന്ധങ്ങൾ വളരെ ഉന്നത നിലവാരത്തിലുള്ള പലരും തുടർന്നിട്ടുണ്ട്. അത് കാരണമുള്ള പ്രത്യാഘാതങ്ങൾ അമേരിക്കയിൽ മാത്രമല്ല, UK-യിലും ഫിൻലൻഡിലും നോർവേയിലും ഇന്ത്യയിലും എല്ലാം ആരൊക്കെ അയാളുടെ കൂടെ സുഹൃത്തുക്കളായിരുന്നോ അവരെല്ലാം എന്തെങ്കിലും ഒരു സ്കാൻഡലിൽ പെട്ടിട്ടുണ്ട്, പുള്ളിയുമായി ഇൻവോൾവായി. അപ്പോൾ ഒരു ഗ്ലോബൽ സ്കെയിലുള്ള ഒരു സ്കാൻഡൽ തന്നെയായിരുന്നു എപ്സ്റ്റീൻ ഫയൽസ്. ഈ ആധുനിക ലോകത്തിൽ ഇങ്ങനെയെല്ലാം സംഭവിക്കുമല്ലോ, ഇത്രയും അധികം ആൾക്കാർ കണ്ണടയ്ക്കുമല്ലോ, പിന്നെ ഈ ഒരു എന്താണ് പവർ ബ്രോക്കേഴ്സായി മാറി പല തീരുമാനങ്ങൾ വഴിവെച്ചത് എപ്സ്റ്റീനാണ്. പിന്നെ ഈ എപ്സ്റ്റീൻ്റെ ഈ ഒരു സർക്കിളിന് പിന്നിൽ മുഴുവൻ റഷ്യ ആയിരുന്നു, KGB ആയിരുന്നു, അല്ലെങ്കിൽ KGBയുടെ ഇന്നത്തെ രൂപം എന്നെല്ലാം പറയുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അത് വിശ്വസിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്, മാധ്യമങ്ങളിലെല്ലാം വന്നിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു വിഷയം ന്യൂസ് പേപ്പേഴ്സിൻ്റെ ഫ്രണ്ട് പേജിൽ നിന്നും മാറ്റി ലോകമെമ്പാടുള്ള ന്യൂസ് പേപ്പേഴ്സിൻ്റെ ഫ്രണ്ട് പേജിൽ യുദ്ധത്തിൻ്റെ വാർത്തയാക്കി മാറ്റി. ഇറാൻ ഇതിനോട് ഈ യുദ്ധത്തോട് പ്രതികരിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ ഒരു ആക്രമണം നടത്തിയിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ ഇപ്പോൾ അസർബൈജാനിൽ വരെ ആക്രമണം വന്നു കഴിഞ്ഞു. ഇത്തരത്തിൽ നടത്തുന്ന ഇറാൻ്റെ ഈ ഒരു പ്രതികരണം അവരെ ഏതു തരത്തിലായിരിക്കും ബാധിക്കാനിടയാകുക? ഇറാൻ മറ്റൊരു മാർഗമില്ലാതെ പ്രതികരിക്കുകയാണ്. പിന്നെ അമേരിക്കയ്ക്ക് ഒരു സന്ദേശം അയക്കുകയാണ്, നിങ്ങൾ ദൂരത്തായിരിക്കാം, പക്ഷേ നിങ്ങളുടെ ബേസസ്, നിങ്ങളുടെ ഇൻട്രസ്റ്റ്, നിങ്ങളുടെ ജനങ്ങൾ ഞങ്ങളുടെ അടുത്തുണ്ട്, അവരെ ടാർഗറ്റ് ചെയ്യും. പിന്നെ നിങ്ങളുടെ അലൈസ്, നിങ്ങളുടെ കൂടെ നിൽക്കുന്ന രാജ്യങ്ങളാണ് ഇവർ. നിങ്ങൾ ഞങ്ങൾക്കെതിരെ യുദ്ധം ചെയ്ത് ഞങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചറും
നശിപ്പിക്കുകയും ഞങ്ങളുടെ ജനങ്ങളെ കൊല്ലുകയും ഞങ്ങളുടെ ലീഡേഴ്സിനെ വധിക്കുകയും ചെയ്താൽ ഞങ്ങൾക്ക് വേറെ ഒരു മാർഗ്ഗമില്ല, ഇവിടെ തിരിച്ചടിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇത് നേരത്തെ തൊട്ട് തന്നെ ഇറാൻ പറയുന്നതാണ്. പ്രതികരണം റീജിയണൽ ആയിരിക്കും. പക്ഷേ ഈ അറബ് രാജ്യങ്ങൾക്കെതിരെയുള്ള പ്രതികരണത്തെക്കാൾ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് ആ സ്ട്രെയ്റ്റ്സ് ഓഫ് ഹോർമൂസിലെ ഷിപ്പിംഗ് തടയുക എന്നുള്ളതാണ്. അത് ഇമ്മീഡിയറ്റ് ആയിട്ടും വേൾഡ് ഇക്കോണമിക്ക് വലിയൊരു ഷോക്ക് നൽകും. അത് പ്രത്യേകിച്ചും ഇന്ത്യയെ പോലെ ഓയിൽ ഇമ്പോർട്ടിംഗ് രാജ്യങ്ങൾക്ക്, ഇന്ത്യക്കും ചൈനയ്ക്കും എല്ലാം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് അവർക്ക് നിലനിർത്തി ഷിപ്പിംഗ് തടയാൻ സാധിച്ചാൽ ഈ യുദ്ധം എത്ര കാലം നീളുന്നു അത്രയും തന്നെ കാലം ലോക സമ്പദ്ഘടനയ്ക്കും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. എത്ര കാലം ഇറാൻ ഇങ്ങനെ പിടിച്ചു നിൽക്കാനാവും? ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ആയുധശക്തി എന്നുള്ളത് മാത്രമല്ല, മറ്റ് തരത്തിലുള്ള സമ്മർദ്ദങ്ങളും ഇറാന് മേൽ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതല്ലേ. അപ്പോൾ ഇറാൻ എത്ര കാലം ഇതിൽ പിടിച്ചു നിൽക്കാൻ കഴിയും? ഇത് ആർക്കും പ്രവചിക്കാനാകാത്ത ഒരു കാര്യമാണ്. ഇറാൻ എന്ന് പറയുന്നത്, ഇറാൻ്റെ ചരിത്രം എടുത്തു നോക്കിയാൽ വളരെ റെസിലിയൻ്റ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. അവർ ഒരുപാട് കഷ്ടതകൾ കണ്ടും അനുഭവിച്ചിട്ടും ഉള്ള രാജ്യമാണ്. ഇറാൻ ഇറാഖ് യുദ്ധം 9 വർഷം എന്തോ നീണ്ടു നിന്ന ഒരു യുദ്ധമാണ്. ആ യുദ്ധം അവർ 9 വർഷം കണ്ടിന്യൂ ചെയ്തു. പിന്നെ സാമ്പത്തിക പ്രതിരോധങ്ങൾ ഇറാനെതിരെ ഏർപ്പെടുത്തിയിട്ട് എത്രയോ വർഷങ്ങളായി. പക്ഷെ എന്നിട്ടും അവരുടെ ഇക്കോണമി തകർന്നിട്ടില്ല. മാത്രമല്ല ഇറാൻ്റെ ജനതയും ഇന്ത്യയുടെ ജനതയെ പോലെ മറ്റ് പല രാജ്യങ്ങളിലെയും ജനങ്ങളെപ്പോലെ ഒരുപാട് സ്വാഭിമാനമുള്ള ജനങ്ങളാണ്. അപ്പോൾ അവരാരും പെട്ടെന്ന് ഞങ്ങളെ ബോംബ് ചെയ്ത് ഇല്ലാതാക്കി എന്ന് പറഞ്ഞ് എല്ലാ ആദർശങ്ങളും മാറ്റി വെച്ചുകൊണ്ട്, എൻ്റെ രാജ്യസ്നേഹത്തെ മാറ്റി വെച്ചുകൊണ്ട് അമേരിക്കയുടെ കാലിൽ വീഴും എന്ന് തോന്നുന്നില്ല. പക്ഷേ അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഇങ്ങനെയെല്ലാം ടാർഗറ്റ് ചെയ്ത് ഇറാനിൻ്റെ നേതൃത്വത്തെ ഇല്ലാതാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് ഇറാനുള്ളിൽ നിന്നും പിന്തുണ ലഭിക്കുന്നുണ്ട്. അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഇറാനുള്ളിലുണ്ട്. അപ്പോൾ ആർക്കാണ് കൂടുതൽ ശക്തി, ആര് ഈ അവരെ ഇറാൻ അമേരിക്കയും ഇസ്രയേലിനെയും പിന്തുണയ്ക്കുന്ന ആൾക്കാർക്ക് ആ ഭരണകൂടത്തെ മറിച്ചിട്ടും പുതിയൊരു ഭരണകൂടം ഉണ്ടാക്കാനുള്ള കഴിവുണ്ടോ, ശക്തിയുണ്ടോ എന്നുള്ളതൊന്നും നമുക്ക് ഇപ്പോൾ അറിയില്ല. അത് സംഭവവികാസങ്ങൾ നോക്കിയേ അറിയുള്ളൂ. ഏറ്റവും അടുത്ത് കേട്ട വാർത്ത അമേരിക്ക കുർദിസ്ഥാൻ വഴി ലാൻഡ് ട്രൂപ്സ് ഇറാനിലേക്ക് അയക്കാനുള്ള നീക്കങ്ങൾ നടത്തുകയാണ്, ചർച്ചകൾ നടത്തുകയാണ് എന്നെല്ലാമാണ്. അപ്പോൾ അത് ഉണ്ടായാൽ ഒരു എന്താണ് മാൻ ടു മാൻ ഫൈറ്റിംഗ് അല്ലെങ്കിൽ ഡയറക്റ്റ് കൺഫ്രണ്ടേഷൻ ഓൺ ദ ഗ്രൗണ്ട് വന്നു കഴിഞ്ഞാൽ ഇരുവശങ്ങൾക്കും നാശനഷ്ടങ്ങൾ ഉണ്ടാവും. ഇപ്പം നമ്മൾ യുക്രൈൻ എടുത്തു നോക്കുക. എല്ലാവരും വിചാരിച്ചു റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ യുക്രൈൻ 2 മാസത്തിൽ കീഴടങ്ങും, കിയേവ് പിടിച്ചടക്കും, യാതൊരു റെസിസ്റ്റൻസ് ഉണ്ടാവില്ലെന്ന്. ഇപ്പോൾ എത്ര വർഷങ്ങളായി യുദ്ധം നടക്കുകയാണ്. അപ്പോൾ ഇറാനിയൻ ജനത യുക്രൈൻ ജനതയേക്കാൾ മോശമായിരിക്കും. അപ്പോൾ അവരും തീർച്ചയായിട്ടും തിരിച്ചടിക്കും, ഫൈറ്റ് ചെയ്യും. ഈ കൊമേനിയെ കൊല്ലുക എന്നെല്ലാം ഉള്ളത് ഒരുപാട് വൈകാരികമായ ഒരു വിഷയമാണ് ഇറാൻ്റെ ജനതയ്ക്ക്. അദ്ദേഹത്തെ വിശ്വസിച്ച് അദ്ദേഹത്തിൻ്റെ എന്താണ് പ്രവാചനങ്ങളും മതവിശ്വാസങ്ങൾക്കും എല്ലാം അനുകൂലമായി പ്രവർത്തിച്ചിരുന്ന ആൾക്കാർക്ക് അത് വലിയൊരു അടിയാണ്. അപ്പോൾ അവരെല്ലാം മിണ്ടാണ്ട് ഇസ്രയേലിന് കീഴടങ്ങുമോ, അമേരിക്കയ്ക്ക് കീഴടങ്ങുമോ? അതിനുള്ള സാധ്യത കുറവാണ് എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ കണക്കുകൂട്ടേണ്ടത്. പക്ഷേ ഇസ്രയേലിൻ്റെ ആർമിക്കുള്ളിൽ, ഇസ്രയേലിൻ്റെ ഗവൺമെൻറ്റിനുള്ളിൽ തന്നെ ആരെങ്കിലും ഒരു അട്ടിമറി സൃഷ്ടിച്ച് അമേരിക്കയ്ക്ക് അനുകൂലമായ ഒരു സർക്കാരിന് ഉണ്ടാക്കുമോ എന്നുള്ളത് നമുക്ക് അറിയില്ല. അത് കണ്ടറിയണം. ഇപ്പോൾ ഒരു ഗ്രൗണ്ട് ഇൻവേഷൻ ഉണ്ടാവാതെ അവിടെ ഒരു ഭരണമാറ്റം സാധ്യമാകും എന്ന് തോന്നുന്നില്ല. ഇസ്രായേലും അമേരിക്കയും ആഗ്രഹിക്കുന്നത് ഇറാനിലൊരു ഭരണമാറ്റം ഉണ്ടാകുക, അവിടെ ഒരു പുതിയ ഭരണകൂടത്തെ പ്രതിഷ്ഠിക്കുക എന്നുള്ളതാണ്. ഈ ഒരു വലിയ രാജ്യമാണ് ഇറാൻ എന്നുള്ള ഒരു വാസ്തവം അവിടെ ഉണ്ട്. എത്രമാത്രം പ്രാവർത്തികമാണ് ഈ ഒരു ആശയം? അതാണ് നമുക്ക് അറിയില്ല. ഈ വെനിസ്വേലയിൽ ഈ അടുത്തുണ്ടായ സംഭവം എല്ലാവരെയും സർപ്രൈസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇന്ന് ഭരണം കൈകാര്യം ചെയ്യുന്ന അന്നത്തെ വൈസ് പ്രസിഡന്റ് അറിഞ്ഞുകൊണ്ട്, അവിടുത്തെ മിലിറ്ററി ലീഡർഷിപ്പ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഈ നടപടി എടുത്തിരിക്കുന്നത്. അപ്പോൾ അവരിതെല്ലാം അറിഞ്ഞുകൊണ്ട് അമേരിക്കയോട്, മധുര അറിഞ്ഞിട്ടോ മധുര അറിയാതെയോ അതും നമുക്കറിയില്ല, അറിയാതെ ഒരു ഡീൽ ചെയ്ത് മധുരനെ നിങ്ങൾ കൊണ്ടുപോയിക്കൊള്ളൂ, അമേരിക്കൻ ഓയിൽ കമ്പനികൾക്ക് ഇവിടെ വരാൻ ഞങ്ങൾ അധികാരം നൽകാം, പക്ഷെ നിങ്ങൾ ഈ ബാക്കി
വെനിസ്വേലയിൽ ഒരു യുദ്ധം നടത്തരുത്, ബോംബിംഗ് ഉണ്ടാകരുത്, ഉം. ജനങ്ങൾക്ക് ദോഷം സംഭവിക്കരുത് എന്നുള്ളൊരു ഡീലായിരുന്നു. ഉം. അപ്പോൾ അതുപോലുള്ള ചർച്ചകൾ ഇറാൻ്റെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൽ ആരെങ്കിലുമായിട്ടോ മിലിറ്ററി ലീഡർഷിപ്പിൽ ആരെങ്കിലുമായിട്ടോ നടക്കുന്നുണ്ടോ, നടന്നിട്ടുണ്ടോ, CIA എന്താണ് ചെയ്യുന്നത്, എന്ത് റോള് വഹിക്കുന്നു എന്നുള്ളത് നമുക്കറിയില്ല. അത് നമ്മൾ കണ്ട് നോക്കിയേ അറിയുള്ളൂ. പക്ഷെ പ്രത്യക്ഷത്തിൽ അങ്ങനെ ഒരു നീക്കം കാണുന്നില്ല. ഇറാൻ ചെറുത്ത് നിൽക്കും. യുദ്ധം നീണ്ടകാലം തുടരും. യുദ്ധം തുടരുന്നിടത്തോളം ഇന്ത്യക്കും ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും വലിയ നഷ്ടങ്ങളുണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. പിന്നെ അമേരിക്കയും ഈ നേരത്തെ പറഞ്ഞതുപോലെ അമേരിക്കയ്ക്കുള്ളിൽ ഡൊമസ്റ്റിക് പ്രഷർ ഉണ്ടായിക്കഴിഞ്ഞാൽ അമേരിക്ക തന്നെ ഞാൻ എല്ലാം വിജയിച്ചു എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു ഫേസ് സേവിങ് ഡിവൈസോടുകൂടി പിന്മാറിയെന്ന് വരും. ഇസ്രായേലിനെയും പിന്മാറാനായി പ്രേരിപ്പിച്ചു എന്ന് വരും. അത് സംഭവിച്ചുകൂടായികയില്ല. സോ അതും നമ്മൾ 1-2 ആഴ്ച കൂടി യുദ്ധം നീണ്ടാൽ ചിലപ്പോൾ അമേരിക്കയ്ക്കും ട്രംപിനും തന്നെ തോന്നിയെന്ന് വരും ഇതൊരു അബദ്ധമായിപ്പോയി, നമ്മൾ പിന്മാറുന്നതാണ് നല്ലതെന്നുള്ളത്. നമുക്ക് വരും ദിവസങ്ങളിലെ അതിനെക്കുറിച്ചുള്ള ഒരു സത്യാവസ്ഥ അറിയുവാൻ സാധിക്കുകയുള്ളൂ. തുടങ്ങി കുടുങ്ങി എന്നുള്ളൊരവസ്ഥയിലാണോ നിൽക്കുന്നത്? തുടങ്ങി കുടുങ്ങി എന്നാണ് ഭൂരിഭാഗം ആൾക്കാരും ഇപ്പോൾ നിരീക്ഷിക്കുന്നത്. പക്ഷെ ട്രംപും ട്രംപിൻ്റെ അനുയായികളും അത് സമ്മതിക്കുന്നില്ല, ഇസ്രയേൽ അത് സമ്മതിക്കുന്നില്ല. അപ്പോൾ അവർ ഇത് എവിടെ കൊണ്ടെത്തിക്കും എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. അവർ ഇറാൻ്റെ റിറ്റാലിയേഷൻ കേപ്പബിലിറ്റി 90% നശിപ്പിച്ചു എന്നെല്ലാം പറയുന്നുണ്ട്. അത് ശരിയാണോ ഇല്ലയോ എന്നറിയില്ല. ഇറാൻ്റെ ആ റീജിയനിലെ അനുയായികളുണ്ട്, ഹൂത്തികളുണ്ട്, ഹമാസുണ്ട്, ഹെസ്ബുള്ളയുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇന്നത്തെ കാലത്ത് ടെററിസം എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. ആരെങ്കിലും ഒരു സൂയിസൈഡ് ബോംബർ ഉണ്ടായിരുന്നാൽ മതി ഒരുപാട് ഹാവക്ക് ഉണ്ടാക്കാനായിട്ട്. ഗൾഫ് രാജ്യങ്ങളിലെ ഓയിൽ ഇൻഫ്രാസ്ട്രക്ചറെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടുത്തെ ഈ ഡീസാലിനേഷൻ പ്ലാന്റ്സിനൊന്നും ഇതുവരെ ടാർഗറ്റ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഡീസാലിനേഷൻ പ്ലാന്റ്സ് ടാർഗറ്റ് ചെയ്താൽ അവിടെ ആർക്കും കുടിവെള്ളം ഇല്ലാതെയാകും. ഇന്ന് പിന്നെ ഡ്രോൺസാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെപ്പൺ. ഇപ്പോൾ ഡ്രോൺ എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ നിർമ്മിക്കുകയും വളരെ ചെറുതാണ്, വളരെ ലോ ആയിട്ട് ഫ്ലൈ ചെയ്യാൻ സാധിക്കും, ആർക്കും ഫ്ലൈ ചെയ്യാം. പക്ഷേ പവർഫുൾ ആയിട്ടുള്ള എക്സ്പ്ലോസീവ്സ്, മിസൈൽസും എല്ലാം ക്യാരി ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഈ ഡ്രോൺ ടെക്നോളജി യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഇരു രാജ്യങ്ങളും ഡ്രോൺസ് ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. ഒരു ഇൻസിഡൻറ്റിൽ ഡീപ്പ് റഷ്യയിൽ ചെന്ന് അവിടുത്തെ ഒരു ട്രക്കിൽ ഒളിപ്പിച്ച് വെച്ചിരുന്ന ഡ്രോൺസ് ഒരു ദിവസം സുപ്രഭാതത്തിൽ അഴിച്ചുവിട്ട് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ യുക്രൈന് സാധിച്ചു. അപ്പോൾ അതുപോലെയെല്ലാം ഇറാനും തീർച്ചയായും ചിന്തിക്കുന്നുണ്ടാവും. ഈ യുദ്ധം ഒരു വിധത്തിൽ ഇറാൻ തയ്യാറെടുത്തിട്ടുള്ള ഒരു യുദ്ധമാണ്. കഴിഞ്ഞ യുദ്ധം ഉണ്ടായപ്പോൾ അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ അവർക്കറിയാം ഇങ്ങനെയൊക്കെ ആയിരിക്കും അമേരിക്കയും ഇസ്രയേലും പ്രവർത്തിക്കുന്നത് എന്ന്. അപ്പോൾ അവരെന്തൊക്കെ തയ്യാറെടുപ്പ് എടുത്തിട്ടുണ്ട്, ആ തയ്യാറെടുപ്പ് എത്ര ശക്തമാണ്, അമേരിക്കയ്ക്കും ഇസ്രയേലിനും അത് ഇല്ലാതാക്കാൻ സാധിക്കുമോ, അല്ല ഇവർ ഇപ്പോൾ അവർക്കൊരു ഡീസെൻട്രലൈസ് കമാൻഡ് സ്ട്രക്ചറാണ് ഉള്ളത്. ആരെങ്കിലും ലീഡർഷിപ്പ് മരിച്ചാലും ആ ഡീസെൻട്രലൈസ് യൂണിറ്റ്സിന് അറിയാം എന്ത് ചെയ്യണം എന്നുള്ളത്, അവർ തിരിച്ചടിക്കും എന്നൊക്കെയാണ് വാർത്തകൾ വന്നിട്ടുള്ളത്. അപ്പോൾ അത് മുഴുവൻ ഇല്ലാതാക്കാൻ സാധിക്കുമോ എന്നുള്ളത് നമുക്കറിയില്ല. ഇപ്പോൾ നമ്മൾ ഹിസ്ബുള്ള എടുത്താൽ തന്നെ ഹിസ്ബുള്ളയുടെ റോക്കറ്റ്സ് എത്ര വർഷങ്ങളായിട്ടാണ് ഇസ്രയേലിനെ ടാർഗറ്റ് ചെയ്യുന്നത്. ഈ റോക്കറ്റ് ടെക്നോളജിയും ഇന്ന് വളരെ സിമ്പിളായിട്ടുണ്ട്. അപ്പോൾ ഒരു പെട്ടെന്ന് നമ്മുടെ ഒരു പടക്കം അല്ലെങ്കിൽ ഈ ഫയർ ക്രാക്കേഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള റോക്കറ്റ്സ് വിടുന്ന പോലെയാണ്. അതിനെ കുറച്ചുകൂടെ ഒരു പവർഫുൾ ആക്കി മാറ്റിയാൽ അടുത്ത് കിടക്കുന്ന രാജ്യങ്ങൾ ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് അയക്കുവാൻ സാധിക്കും. അല്ലെങ്കിൽ ഒരു രാജ്യത്തിനുള്ളിൽ തന്നെ ഒരു ടെററിസ്റ്റ് വിചാരിച്ചാൽ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ അതിനെല്ലാം വഴിവെച്ചിരിക്കുകയാണ് ഈ അനാവശ്യമായ യുദ്ധം. യുദ്ധത്തിൻ്റെ ഒരു രീതി നമ്മൾ ശ്രദ്ധിച്ചാൽ ഇപ്പോൾ ഒരു റിമോട്ട് യുദ്ധമാണ് നടക്കുന്നത്. അടുത്തുള്ള രാജ്യങ്ങൾ തമ്മിലല്ല യുദ്ധം നടക്കുന്നത്. ഈ യുദ്ധത്തിൽ ഇപ്പോൾ ഇറാനാണെങ്കിൽ മറ്റു രാജ്യങ്ങളിലായാലും ചില ലക്ഷ്യങ്ങൾ മാത്രം ലക്ഷ്യം വെച്ചിട്ടുള്ള യുദ്ധമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇസ്രായേലും അമേരിക്കയും നടത്തുന്ന യുദ്ധത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആധുനിക കാലമാണ്, ഒട്ടേറെ ആധുനികമായിട്ടുള്ള ആയുധങ്ങളുണ്ട്, ഇതുപോലെ നമുക്ക് ലക്ഷ്യങ്ങൾ വെക്കാവുന്ന ടാർഗറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ നടക്കുന്നത് അവിടെ ആശുപത്രി ആക്രമിച്ചു, സ്കൂളിൽ ആക്രമണം നടന്നു. എന്തുകൊണ്ടാണ് ഈ കാടൻ രീതികൾ എന്ന് പറയാവുന്ന അല്ലെങ്കിൽ ഒട്ടും ആധുനികമല്ലാത്ത അല്ല ബാർബേറിയൻ ആയിട്ടുള്ള ആക്രമണ ശൈലികൾ ഇപ്പോഴും ഈ രാജ്യങ്ങൾ പിന്തുടരുന്നത്? അതിൽ യുദ്ധത്തിൽ ഒരു ന്യായമുണ്ടോ, ഒരു നയമുണ്ടോ? അതിൽ
ഇത് ചെയ്യാൻ പാടില്ല എന്നെല്ലാം പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ഇൻ്റർനാഷണൽ ഹ്യൂമാനിറ്റേറിയൻ ലോ ഉണ്ട്, ലോസ് ഓഫ് ദ വാർ ഉണ്ട്. യുദ്ധം നടക്കുമ്പോഴും ചെയ്തുകൂടാത്ത ചില കാര്യങ്ങളുണ്ട്. റെഡ് ക്രോസിൻ്റെ ആംബുലൻസസിനെയും ഹോസ്പിറ്റൽസിനെയും എല്ലാം ടാർഗറ്റ് ചെയ്യാൻ പാടില്ല എന്ന അന്താരാഷ്ട്ര നിയമങ്ങൾ എല്ലാ രാജ്യങ്ങളും കൂടി വന്ന് ഒരുമിച്ച് ഒപ്പിട്ടുള്ളതാണ്, എഗ്രി ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഈ രാജ്യങ്ങളോട് ചോദിച്ചാൽ അവർ പറയും ഞങ്ങൾ ടാർഗറ്റ് ചെയ്തിട്ടില്ല, ഇത് അബദ്ധത്തിൽ സംഭവിച്ചാണ്, അല്ലെങ്കിൽ അവർ തന്നെ ടാർഗറ്റ് ചെയ്തിട്ട് ഞങ്ങളെ ബ്ലെയിം ചെയ്യുവാന്നല്ല. ഗാസയുടെ കാര്യത്തിൽ ഹോസ്പിറ്റൽസിൻ്റെ അടിയിൽ ഹമാസ് ഒളിഞ്ഞിരിക്കുന്നു, അതുകൊണ്ടാണ് ഹോസ്പിറ്റൽസിനെ ടാർഗറ്റ് ചെയ്തു എന്നെല്ലാം ഇസ്രയേൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ഭാഗത്ത് ഒരു വിധത്തിലുള്ള ന്യായവുമില്ല എന്ന് നമ്മൾ പറഞ്ഞു തീർക്കേണ്ടത് ആവശ്യമുള്ളൂ. അപ്പോൾ അതിനുള്ളിൽ അവർ എത്ര കാടൻ രീതി ഉപയോഗിക്കുന്നു എന്നത് അത്ര പ്രസക്തമായൊരു ചോദ്യമായി ഞാൻ വിശ്വസിക്കുന്നില്ല. യുദ്ധം തന്നെ കാടനാണ്, ആ യുദ്ധം തന്നെ ഉണ്ടാകാൻ പാടില്ല. പരമാവധി നയതന്ത്ര ചർച്ചകളിലൂടെ നമുക്ക് എല്ലാ വിഷയങ്ങളും പരിഹരിക്കുവാൻ സാധിക്കണം, എല്ലാ വിഷയങ്ങൾക്കും നമുക്കൊരു സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കണം. യുദ്ധം അബോളിഷ് ചെയ്യാൻ വേണ്ടിയാണ് യുണൈറ്റഡ് നേഷൻസ് ഉണ്ടാക്കിയത്. ആ യുണൈറ്റഡ് നേഷൻസ് ഇന്ന് ആകെ ഒരു പരാജയമായി ഒന്നും ചെയ്യാൻ സാധിക്കാത്ത വിധത്തിൽ നോക്കി നിൽക്കുകയാണ്. അതൊരു തികച്ചും ലോകത്തിനുള്ള വലിയ സങ്കടാവസ്ഥയാണ്. സമാധാനം പുനഃസ്ഥാപിക്കുക എന്നുള്ള ഒരു സംഗതി കൂടിയുണ്ട്. യുദ്ധത്തിനൊരു അവസാനം ഉണ്ടാവണം. മധ്യസ്ഥ ശ്രമങ്ങൾക്ക് എത്ര സാധ്യതയുണ്ട്? മധ്യസ്ഥ ശ്രമങ്ങൾ തീർച്ചയായിട്ടും ഇന്നും തുടരുന്നുണ്ടാവും. പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങൾ, ഒമാനും ഖത്തറും, ഇറാൻ അവരെ ആക്രമിക്കുന്നുണ്ടെങ്കിലും അവരുടെയും നന്മ നീണ്ടകാലത്തിൽ ഈ യുദ്ധം അവസാനിക്കുന്നതിലാണ്. അപ്പോൾ അവർക്ക് ഇരുവശങ്ങളുമായി, അമേരിക്കയും ഇസ്രയേലുമായും അതുപോലെ തന്നെ ഇറാനുമായി സംസാരിച്ചുള്ള ഒരു പാരമ്പര്യമുണ്ട്, അതിനുള്ള കഴിവുണ്ട്, ശേഷിയുണ്ട്. പിന്നെ ചൈനയും റഷ്യയും എല്ലാം പ്രസ്താവനകളിലൂടെ ഇത് അപലപിച്ചിട്ടുണ്ടെങ്കിലും അവർക്കും ഈ യുദ്ധം തുടരുന്നത് കാണാൻ ആഗ്രഹമില്ല. അവരും അമേരിക്കയും ബന്ധമുണ്ട്, ഇറാനുമായും നല്ല ബന്ധങ്ങളുണ്ട്. അപ്പോൾ ഇത് അവർ എന്ത് റോള് വഹിക്കുന്നു, പിന്നണിയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് വിചാരിക്കേണ്ടതുണ്ട്. ഇറാൻ പോലും യഥാർത്ഥത്തിൽ പിന്നണിയിൽ പല ചർച്ചകളും നടത്തുന്നുണ്ടാകും. നമ്മൾ ഇപ്പോൾ ഈ വ്യോമയാന പാതകൾ തുറക്കുന്നു, ഫ്ലൈറ്റ്സ് വരുന്നു എന്നെല്ലാം ഉള്ളത് ചിലപ്പോൾ ഇറാൻ രഹസ്യമായി ഗൾഫ് രാജ്യങ്ങളെ അറിയിക്കുകയും നിങ്ങൾ ഫ്ലൈറ്റ്സ് തുടങ്ങിക്കൊള്ളൂ, ഞങ്ങൾ ഇന്ന ടാർഗറ്റ്സേ ചെയ്യുള്ളൂ. കഴിഞ്ഞ യുദ്ധത്തിൽ ഖത്തറിനെ ടാർഗറ്റ് ചെയ്തപ്പോൾ എന്ന് തോന്നുന്നു അവർക്ക് അഡ്വാൻസ് വാർണിംഗ് കൊടുത്തിട്ടാണ് ഇറാൻ മിസൈൽസ് അയച്ചത്. ഹോർമൂസിലാണെങ്കിലും ഞങ്ങൾ യുഎസിനെ മാത്രമേ ലക്ഷ്യമിടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അല്ല, ഇപ്പോൾ ഏറ്റവും അടുത്ത സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് റഷ്യ, ചൈന ഒഴികെ US, ഇസ്രായേൽ അവരുടെ കൂടെ നിൽക്കുന്ന രാജ്യങ്ങൾ എന്നൊക്കെ കുറച്ച് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നാലും ഇവരൊക്കെ നീണ്ട കാലമായിട്ട് അടുത്ത് കിടക്കുന്ന രാജ്യങ്ങളാണ്, അന്യോന്യം നന്നായിട്ട് അറിയാവുന്ന രാജ്യങ്ങളാണ്. ആൻഡ് ഒരു പരിധിവരെ ഗൾഫ് രാജ്യങ്ങൾക്കും അറിയാം ഇറാനിന് വേറെ ഒരു റെസ്പോൺസ് ഇല്ല എന്നുള്ളത്. അപ്പോൾ അവരും ഇറാനുമായിട്ട് രഹസ്യ ചർച്ചകൾ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. ആ രഹസ്യ ചർച്ചകളിലൂടെ ഇതെങ്ങനെ വീണ്ടും ഒരു സമാധാനം പുനഃസ്ഥാപിക്കാൻ സാധിക്കും, ഒരു വെടിനിർത്തൽ ഉണ്ടാക്കുവാൻ സാധിക്കും എന്നുള്ളത് എല്ലാവരുടെയും താല്പര്യത്തിന് അനുകൂലമാണ്. അപ്പോൾ അമേരിക്കയും ഇസ്രായേലും ഒഴിച്ച് അതിനുവേണ്ടി ഇന്ന് ശ്രമിക്കുന്നുണ്ടാവും. ഇറാനും അത് താല്പര്യമുള്ള ഒരു കാര്യമാണ്. പിന്നെ അമേരിക്കയും ഇസ്രായേലിലും അവർ പോലും ഇത് എങ്ങും എത്താത്ത ഒരു യുദ്ധമാണെന്ന് കണ്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കൺക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും അത് ഏത് രീതിയിൽ എന്ത് വിക്ടറി ക്ലെയിം ചെയ്തുകൊണ്ട് നമുക്കിത് ഇല്ലാതാക്കാൻ സാധിക്കും എന്ന് ശ്രമിക്കുന്നവരായിരിക്കും.